ഞായറാഴ്ചയായിട്ടേ ഉച്ച വരെ നോക്കി, സമയം പോകാൻ ഒരു വഴിയും കാണുന്നില്ല. ഞാനാണെങ്കിൽ ഇവിടെ എറണാകുളത്ത് പെട്ടുകയും ചെയ്തു. നാട്ടിൽ പോകാതെ, നാട് പാലക്കാടാണല്ലോ. ഒന്നും നോക്കിയില്ല, നേരെ വണ്ടി എടുത്തു. എളമക്കര വഴിയിൽ നേരെ വിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ നേരെ എത്തിയത് എളമക്കര പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റുള്ള ഓട്ടോ സ്പാ എന്ന് പറഞ്ഞാൽ കാർ വാഷ് സെൻറ്ററിലെത്തി. ഞായറാഴ്ച ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഞാനാണെങ്കിൽ പുറത്തുനിന്ന് വാഷ് ചെയ്യുന്നത് കുറവാണ്. ഞാൻ വീട്ടിൽ തന്നെ ഒരു മെഷീൻ വാങ്ങി വെച്ചുകൊണ്ട് പുറത്തുനിന്ന് വാഷിങ് സാധാരണ രീതിയിൽ കുറവാണ്. ഇപ്പോൾ നാട്ടിലില്ലാത്തതുകൊണ്ട് ഇവിടെ ആയതുകൊണ്ട് പിന്നെ സമയം പോകാൻ കുറച്ച് നേരം നിന്നിങ്ങനെ കെട്ടിച്ചിരുന്നിരിക്കാമല്ലോ. ഞാൻ നേരെ വന്നു, നേരെ വണ്ടി പൊക്കി നോക്കി. ഇപ്പോൾ അണ്ടർ ബോഡി ഞാൻ കുറേ കാലത്തിന് ശേഷം കാണുന്ന കേട്ടോ. വലിയ കുഴപ്പമൊന്നും പറയാനൊന്നുമില്ല, എന്നാലും ഇന്ന് ഇടയ്ക്ക് വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പണി കിട്ടുന്ന സാധനമാണ് പറഞ്ഞത്. നേരെ കയറ്റി മുകളിലിട്ട് അമ്മമാർ വാഷ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ഒരുപാട് നേരം അണ്ടർ ബോഡി തന്നെ വാഷ് ചെയ്യുന്നത്. 1.5 മണിക്കൂറിൻ്റെ മുകളിൽ അണ്ടർ ബോഡി വാഷ് ചെയ്യുന്നുണ്ട്. അവരാണെങ്കിൽ ഓരോ പാർട്ടും സൂക്ഷിച്ച് നല്ല കൈകാര്യം ചെയ്ത് ഇങ്ങനെയുള്ള ബോയിലറിൻ്റെ ഗ്യാപ്പിൽ ഒരുപാട് ചളിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടറിഞ്ഞ് നേരെ ചെയ്തിട്ടു. ഉടായ്പ പണി എത്തിച്ചില്ല. ഇതൊക്കെ ലാസ്റ്റ് 3/4 മണിക്കൂറോളം ആയിട്ടും അവനത് വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. അത് കണ്ട അണ്ടർ ബോഡി എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറയുന്നുണ്ട്. ഇതാണ് കേട്ടോ വിളിച്ചത്. നമുക്ക് വാഷിങ്ങിന് ഏകദേശം 650 രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഇവിടെ. സ്ലീവ് വാഷിങ് മൊത്തം അണ്ടർ ബോഡി പുറവും പിന്നെ ഉള്ളും. അങ്ങനെ വണ്ടി താഴെ ഇറക്കി നേരെ അവർ പുറം വാഷ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഫോം അടിച്ചിട്ട്. ഇപ്പോൾ ഫോം അടിക്കുന്നത് വേറെ ആൾ, അണ്ടർ ബോഡി വേറെ ആൾ. അങ്ങനെ ഇവർക്ക് ഓരോരോ പോർഷൻ ഓരോരുത്തർക്ക് കൊടുത്തിരിക്കാമെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അണ്ടർ ബോഡി മൊത്തം ഒരാളായിരുന്നു ചെയ്തത്. പിന്നെ നേരെ ഇവൻ വീണ്ടും വാഷ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കാലമായി പുറത്തുനിന്ന് വാഷ് ചെയ്യണം. അത്യാവശ്യം ചളി ഉണ്ടാകും കേട്ടോ. നേരെ വാഷിംഗ് എല്ലാം കഴിഞ്ഞു. ഏകദേശം 1 മണിക്കൂർ 1.25 മണിക്കൂറോളം സമയമെടുത്തു. എന്നിട്ട് അത് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അകത്തൊരു സ്പോയിലർ വെച്ചിട്ടുണ്ടോ. ഇനി അടുത്ത പെയിൻറ്റിങ് എല്ലാം കഴിയുന്ന സമയത്ത് വേണം ചെയ്യാൻ. ഇത് ഞാൻ തിരിച്ച് റൂമിലെത്തിയിട്ട് അതിൻ്റെ പുറത്ത് നിർത്തിയിട്ടപ്പോൾ നിർത്തട്ടോ. ആക്കാം 100% ക്ലീൻ ആക്കിയിട്ടുണ്ടോ. അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഉള്ളിൽ ചെയ്തിട്ടുണ്ട്. നല്ല ഫിനിഷിങ്, നല്ല ഒരു ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ തിരിച്ചു വന്നു. നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു. തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. ചെറിയ ചാറ്റൽ മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. നാളത്തേക്ക് പഴയ പോലെ തന്നെ ആവും, കാരണം ചളിയിലല്ലേ ഇരിക്കുന്നത്. എന്തായാലും